കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ, കുശവന്റെ പാത്രത്തെ പണിതെടുക്കുന്നത് പോലെ എത്ര പേര് ഇന്ന് ഏൽപ്പിച്ചുകൊടുക്കുന്ന കർത്താവേ, എന്നെ ഒന്ന് പണിമാളയണമേ, എന്നെ ഒന്ന് പണിതെടുക്കണമേ എന്ന് എത്ര പേർ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ചക്രത്തിന്റെ പാത്രത്തെ മെനഞ്ഞെടുക്കുന്നത് പോലെ കുശവന്യാകൃതിയിലും രൂപത്തിലും ചില പാത്രങ്ങള് ഇന്ന് മകൾക്ക് പരിശുദ്ധമായി പണിതെടുക്കാൻ പോലെയാണ്. മനസ്സിലാകുന്നവർക്ക് ഞാൻ സ്വന്തം ചെയ്യുകയാണ്. ചിലരെ രൂപത്തിലും ഭാവത്തിലും കുശവന്യാകൃതിയിലും ദൈവാത്മാവ് പണിതെടുക്കാൻ പോലെയാണ്. നീ സ്വയമായിട്ട് നിന്റെ രൂപത്തിലും ഭാവത്തിലും നീ ആളാകരുത്. അതിന് ഗ്യാരണ്ടിയില്ല, വാറണ്ടിയില്ല. അപ്പന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നിന്റെ പണിവരളെ തരും. അതുകൊണ്ടെന്ന് പകരം ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നിന്റെ പേർ വലുതാണ്. ഇന്നും അബ്രഹാമിന്റെ സന്തതികളായിട്ടാ ഞാൻ നിങ്ങൾ അറിയപ്പെടുന്നത്. ആമേൻ. അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികളാകുന്ന നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത്. സ്തോത്രം. നല്ല ഗുണങ്ങളോ കുടുംബത്തിലെത്തതോ വായ്പലും വല്ലതും ആണോ? ഈ അബ്രഹാമിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ വന്ന് ഞാൻ നിന്നെ അനുഗ്രഹിച്ച് ഞാൻ നിന്റെ പേർ വലുതാക്കും. ഇന്ന് വൈകുന്നേരം ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവങ്ങളെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് നീ താഴ്ചയല്ല ഉയർത്തുക പ്രാപിക്കും. ആകയാൽ നിന്റെ ദാസന്മാരായ ഞങ്ങള് എഴുന്നേറ്റ് പണി തുടങ്ങണമെങ്കിൽ നീ എഴുന്നേൽക്കണം. ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കണം. എഴുന്നേറ്റാലേ പണി നടക്കത്തുള്ളൂ. തമ്പുരാന് വേണ്ടി നീ ഇന്ന് പകരക്കാരെ ഏൽപ്പിച്ചു കൊടുത്താൽ തമ്പുരാൻ പണിതോട് നീ എഴുന്നേറ്റാൽ മതി. ഞാനും നിങ്ങൾ യുദ്ധം ചെയ്യുന്ന സ്വർഗ യുദ്ധം ചെയ്യും. ഞാനിന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ വൈകിട്ട് മീറ്റിംഗിൽ പറഞ്ഞൊരു കാര്യമാണ്. എല്ലാ ആരാധന എന്ന് പറയുന്നത് ഒത്തിരി ആരാധനയുണ്ട്. ഞാന് ബുധനാഴ്ച വ്യാഴാഴ്ച വൈകിട്ട് ചേർന്ന് അവിടെ കൂടുതൽ മർത്തോമക്കാരൻ ബന്ധുക്കോസിയാഴ്ച മർത്തോമക്കാരുണ്ട്. എന്നോട് മാസ്റ്റർ ബന്ധുക്കോസിയാരൊന്നും വേണ്ട, മർത്തോമക്കാരൻ വ്യാഴാഴ്ച വൈകിട്ട്. അപ്പം ഞായറാഴ്ച വരത്തില്ല. ഞായറാഴ്ച എന്ത് ചെയ്യും? ഒരു മകമുണ്ട്, കുർബാന എടുക്കും. വ്യാഴാഴ്ച ഇവർ വൈകിട്ട് വന്ന് ഭയങ്കര ആരാധന, അന്യഭാഷയും സ്വത്രാഴ്ചയും ഇതാ വിളിക്കുന്നത്. ഞായറാഴ്ച അവർ പള്ളിയിൽ പോയി കുർബാന എടുക്കും. അത് ആരാധനയാണ്. അവസരം സ്വത്രം. അന്ന് എനിക്ക് ദൈവാത്മാവ് തന്നൊരു തോന്നുന്നുണ്ട്. ഈ ഉൽപ്പത്തി എടുക്കണ്ട. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 26-ലാണ് ഒരു ആരാധന തുടങ്ങിയത്. 4:26 യഹോവയുടെ നാമത്തിലുള്ള ആരാധന. 4:26 വേറെ യഹോവയുടെ നാമത്തിൽ ആരാധന. ഇന്നും ആരാധനയാണ്. 12 വർഷത്തിന് നോൺ സ്റ്റോപ്പ്. എല്ലായിടത്തും 12 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ആരാധന. ഞാനതിപ്പം എനിക്ക് മനസ്സിലായി, ഈ 12 മണിക്കൂർ ആരാധിച്ചവര്, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചവര് 4-ാം അധ്യായത്തിലാണ് 5-6. ഞാൻ പറയുന്നില്ല വാക്യം 5-6 എന്തൊക്കെയാണ്. അതിനിടയ്ക്ക് നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹ നീതിമാനായിരുന്നു. പിന്നെ 5-ാം അധ്യായത്തിൽ ശവപ്പറമ്പിന്റെ അധ്യായം വേർപെടുത്താതെ പറയുന്നത് തിരിച്ചു മരിച്ചു അടക്കി ഇതൊക്കെയാണ്. ബാക്കിയുള്ള അധ്യായങ്ങളൊക്കെ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു, നീതിമാനായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വന്ന് 8-ാം അധ്യായത്തിലേക്ക് വന്നപ്പോഴത്തെ ജലപ്രളയമാണ്. ജലപ്രളയം. നോഹ പ്രസംഗിച്ചു. നോഹ കൂടെ നിന്ന് പ്രസംഗിക്കുക. 150 ദിവസം വെള്ളം ഇങ്ങനെ പൊങ്ങി താന്നും കിടക്കുക. 40-ാം ദിവസത്തേക്ക് നോഹ നോക്കി, പക്ഷെ വെള്ളം താന്നിട്ടില്ല. കാക്ക വന്ന് കാക്കയെ പറഞ്ഞു വിട്ട് കാക്ക പിന്നെ തിരിച്ചു വന്നില്ല. പ്രാവിനെ വിട്ട് പിന്നെ അടുത്ത പ്രാവിനെ വിട്ടു. വെള്ളം പൊങ്ങി. പക്ഷെ ഈ നോഹയുടെ പെട്ടകത്തിനകത്ത് ആരൊക്കെ കയറിയത്? നോഹയുടെ ഭാര്യയും 3 പിള്ളേരും അവരുടെ ഭാര്യമാരും. ഞാൻ
ചോദിക്കുന്ന ഒരു കാര്യം, ഈ 4:26 ആരാധന തുടങ്ങിയത യഹോവയുടെ നാമത്തിലുള്ള ആരാധന. ഈ ആരാധിച്ചവരവിടെ പോയി. സ്തോത്രം. ആരാധനയ്ക്ക് കുറവില്ലായിരുന്നല്ലോ. ഈ ആരാധിച്ചവരവിടെ പോയി. ഈ ആരാധനയെ ആലയത്തിനകത്ത് വെളിപ്പെടാവുള്ളൂ. അടുത്തിരിക്കുന്നവർ ആരാധിച്ചെന്ന് പറയും. ചുമ്മാ ഷോ കാണിക്കാൻ ആരാധിക്കരുത്. ആത്മാവ് ഇടപെട്ടെങ്കിലേ കൈയിടിക്കാവുള്ളൂ. സ്തോത്രം. വചനം പറയുന്നത് ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ ജഡത്തിൽ നിന്ന് കൈയിടിക്കരുത്. ഈ ഭാഗവന്റെ വേറെ കൂട്ടിലോട്ട് കൊണ്ടുപോകാം. ജഡത്തിലിരുന്ന് കൈയിടിക്കരുത്. ആത്മസ്വഭാവമുള്ളവരായിരിക്കണം. ഗലാത്യലേഖനത്തിലുണ്ട് ജഡത്തിന്റെ സ്വഭാവമുണ്ട്, ആത്മാവിന്റെ സ്വഭാവമുണ്ട്. ഉള്ളി കുശുമ്പ് വെച്ചോണ്ട് കൈയിടിക്കരുത്. അസൂയ വെച്ചോണ്ട് കൈയിടിക്കരുത്. കോപം, ക്രോധം, ശാഠ്യം വെച്ചോണ്ട് കൈയിടിക്കരുത്. തിരുമേശയോട് ഉണ്ടല്ലോ. സ്തോത്രം. അങ്ങനെ കൈയടിച്ചു കഴിഞ്ഞാൽ ഈ മറ്റുള്ളവർക്കും അരോചകത്വം വരുത്തും. ആമേൻ. നീ മറ്റുള്ളവർക്ക് ഒരു ബാധയായി മാറും. മനസ്സിലാകുന്ന പദ്ധതി മക്കളെ. ഇങ്ങനത്തെ ദൈവാത്മാവിനോട് പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. മറ്റുള്ളവർക്ക് ബാധയായി നീ മാറരുത്. മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടായി നീ മാറരുത്. നീ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറണം. നീ മറ്റുള്ളവർക്ക് ആശ്വാസമായി മാറണം. ഓ ജീസസ്. ഈ ആരാധനയ്ക്ക് അല്പം താമസിച്ച് അടുത്തിരിക്കുന്നവരാണ്. ദൈവമേ, ആ ദൈവദാസി, ആ സഹോദരി വന്നില്ലല്ലോ. രക്ഷപ്പെട്ടുന്നതിൽ ആരാധന, സ്തോത്രം, അങ്ങനെ പറയരുത്. അതുകൊണ്ട് വളരെ വളരെ താഴ്മയോട് ഞാൻ പറയുകയാണ്, എല്ലാം ദൈവത്തെ സത്യത്തിലും അവർ ആരാധിക്കണം. ദൈവം ഇത് വിശാലതയിലേക്ക് കൊണ്ടുപോകാൻ പോകുകയാണ്. തമ്പുരാനെ വിശാലതയിലേക്ക് കൊണ്ടുപോകാൻ പോകുകയാണ്. സ്തോത്രം. ദൈവസഭയെ പണിയാൻ പോകുകയാണ്. പണി തുടങ്ങിയാൽ ആർക്കും എതിർക്കാൻ പറ്റത്തില്ല. ആർക്കും എതിർക്കാൻ പറ്റത്തില്ല. ദോഷാപാദനോട് പറയാം, ആർക്കും എതിർക്കാൻ കഴിയാത്ത ശക്തി, അധികാരം നിനക്കുണ്ട്. ഭയപ്പെട്ട് നിൽക്കുന്ന ദോഷാപാദനോട് പറയാം, ആർക്കും എതിർക്കാൻ കഴിയാത്ത. ഇന്ന് പകരക്കാരൻ ദൈവമയുടെ ദൈവസഭയെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ആർക്കും എതിർക്കാൻ കഴിയാത്തൊരു ദൈവശക്തി നിന്റെ മേൽ ദൈവം വളരാൻ പോവുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? എല്ലാവരും ആത്മാവിൽ ആരാധിക്കണം. എല്ലാവരും ആത്മാവിൽ നിറയണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. വെറുതെ ചുമ്മാതൊന്നും കിട്ടത്തില്ല. ഇരവെടുക്കണം. ഇതിന് ഇരവെടുത്തെങ്കിലേ കിട്ടത്തുള്ളൂ. ശ്രദ്ധിച്ചാട്ടെ. ഒരു ഡിഗ്രി വേണമെങ്കിൽ ചുമ്മാതെ ഡിഗ്രി കിട്ടുമോ? ഒന്ന് 6 മാസം കൊണ്ട് കിട്ടുന്നത്. പക്ഷെ അതിന് വാല്യില്ല. അത് വില കൊടുക്കണം. അല്ലെങ്കിൽ 3 വർഷം മെനക്കെടണം, അല്ലെങ്കിൽ 2 വർഷം മെനക്കെടണം. മെനക്കെടാതെ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കൈ കിട്ടത്തില്ല. സ്തോത്രം. ഇത് സെയിമാന്നല്ല ഞാൻ പറയുന്നത്. നിനക്ക് ദൈവാത്മാവിന്റെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക്, അടുത്തൊരു ഡിഗ്രിയിലേക്ക് നീ മാറണമെങ്കിൽ നീ വില കൊടുക്കണം. ഞങ്ങളുടെ ചർച്ചിൽ നെല്ലിക്കുട്ടിയാൻ 20 വർഷം അഭിഷേകത്തിന്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. 20 വർഷം കഴിഞ്ഞ് ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചത്. ഇടപെടുത്ത് നിന്ന് ഇടപെടുത്ത് നിന്ന് ഇന്നും ആ സാക്ഷി പറയുമ്പോൾ അധികാരം കാണണം. കേട്ടോ മക്കളെ, നീ ചുമ്മാതെ ലഭിക്കുന്നതല്ല. വിശുദ്ധിക്കും വേർപാടും നീ വിലപെടുക്കണം. അങ്ങനെ വിലപെടുക്കുന്ന ദൈവമക്കളുണ്ടല്ലോ, അവർ തീരായി മാറുകയാണെങ്കിൽ ഈ ഭൂമി മറ്റൊന്നും ഇല്ലെങ്കിലും എന്റെ മേൽ അഭിഷേകം ഉണ്ടെങ്കിലുണ്ട്. രാജ്യങ്ങളെ നീ കീഴടക്കും. സ്തോത്രം. രാജ്യങ്ങളെ കീഴടക്കും. രോഗികൾ നീ
സൗഖ്യമാകും. സ്തോത്രം. ആരാ പറഞ്ഞ രോഗികൾ സൗഖ്യമാകത്തില്ലെന്ന്? സൗഖ്യമാകത്തില്ലെന്ന്. എന്റെ ചർച്ചയിൽ കഴിഞ്ഞ ദിവസം ജിജി വയറ്റിനകത്ത് മൂട എല്ലാ സ്കാനിങ്ങും ചെയ്ത് എംസിലും സത്രത്തിലും എല്ലാം പോയി സ്കാൻ ചെയ്തപ്പോഴെന്ന് പറഞ്ഞ് മൂന്നാഴ്ചക്കുള്ളിൽ ഇത് പൊട്ടും, ഈ മരിച്ചു പോകും. സ്തോത്രം. പേടിച്ചു പോയി. സ്തോത്രം. സഭ ഒന്നടക്കമായി 3 ദിവസം ഉപവസിച്ചു, കൊണ്ടിരുത്തി, പ്രാർത്ഥിച്ചു, ആത്മാവിൽ പറഞ്ഞു ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. സ്തോത്രം. തിരുമേശയോട് ഇരിക്കുക. ഡോക്ടർ പറഞ്ഞു നീ ഏത് ദൈവത്തെ ആരാധിക്കുന്നു ചോദിച്ചു. നീ അത്ഭുതം പ്രവർത്തിക്കൂ. നീ അത്ഭുതം പ്രവർത്തിക്കൂ. ആ മോളെ അപ്രത്യക്ഷമായെന്ന്